ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 6th സെമസ്റ്റർ ബി ഫാമില് ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒരു 4ാമത്തെ 5ാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു സെഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഓൾറെഡി പറഞ്ഞു, 4ാമത്തെ ടോപ്പിക് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ലേണിംഗ് ഒബ്ജക്റ്റീവ്. ആഫ്റ്റർ ദിസ് സെഷൻ യു വിൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, ഡിസ്ക്രൈബ് ആൻഡ് റൈറ്റ് അബൌട്ട് ദ ഡെഫിനിഷൻ, introduction, overview and elements and tools used in quality by design. So in order to understand quality by design, you have to refresh the subject you have, or topic you have already studied. So you should aware about the term quality. Quality എന്ന് പറയുന്ന സമയത്ത് we can define quality in different field. In case of pharmaceutical industry, quality can be defined to extent to which a drug or product which will meet its intended use and its property. ഒരു ഡ്രഗ് എന്ത് പർപ്പസിനാണോ കൊടുക്കുന്നത് ആ പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന, അല്ലെങ്കിൽ ഏത് ലെവല് വരെ അത് എത്തുന്നുണ്ട് എന്നുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേം ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്രിട്ടിക്കൽ ഫാക്ടർ വിച്ച് വിൽ എൻഷുർ ദ പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് എഫിക്കസി ആൻഡ് ട്രീറ്റ്മെന്റ്. എഫിക്കസി ഓഫ് ദ ട്രീറ്റ്മെന്റ്. ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ട്രീറ്റ്മെന്റ് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് എഫിക്കസി ഉണ്ടാവാതിരിക്കാനും സേഫ്റ്റി ഇല്ലാതാവാനുള്ള ചാൻസസുകളുണ്ട്. ആൻഡ് ഇൻ കേസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി, മോർ ദാൻ ആൻ റിക്വയർമെന്റ് ഫോർ ക്വാളിറ്റി, ഇറ്റ് ഈസ് ആൻ റെഗുലേറ്ററി റിക്വയർമെന്റ്. വെറുതെ ക്വാളിറ്റി ഉണ്ടാവുക എന്നുള്ളത് വേർഡ്സിൽ പറയുന്നതിനേക്കാളും കൂടുതൽ ഇറ്റ്സ് ആൻ ലീഗൽ റിക്വയർമെന്റ് ഇൻ കേസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന പ്രൊഡക്റ്റിന് അതിന്റെ അപ്രൂവലും അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സുകളൊക്കെ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ടേം വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്വാളിറ്റി. നൗ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ അംബ്രല്ല ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റി എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഒരു അംബ്രല്ല ടേം ആണ്, ഒരു ബ്രോഡ് ടേം ആണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് ഓൾ ദ സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ ടു എൻഷുർ ദ ക്വാളിറ്റി. ഒരു ഓർഗനൈസേഷൻ, സപ്പോസ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലുള്ള ഓരോ സ്റ്റെപ്പിലും, ആ ഇൻഡസ്ട്രിയിലുള്ള ഓരോ പ്രൊഡക്റ്റിലും, ആ ഇൻഡസ്ട്രിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിലും ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു എൻറ്റയർ സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദിസ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം there are some principle and procedure to ensure the safety for an specific process that is known as quality assurance. ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് എൻഷുർ ചെയ്യാനുള്ള കുറെ അധികം പ്രിൻസിപ്പിൾസുകളും പ്രൊസീജിയേഴ്സുകളും ഒക്കെ വരുന്ന ഒരു കാര്യമാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് in order to check whether the product is have some kind of quality or not, we will go for quality control. These are an end product testing. ഒരു ഫൈനലി നമുക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ ക്വാളിറ്റി ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ മാത്രമാണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. സോ യു ഹാവ് ടു അവെയർ അബൌട്ട് ദിസ് 3 ടേംസ്. ഫസ്റ്റ് വൺ ഇസ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. It is an coordinated activity to direct and control an organization with regard to quality. അപ്പൊ ക്വാളിറ്റി റിഗാർഡ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷന് വേണ്ട എല്ലാ ഡയറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾസുകളും ആക്ടിവിറ്റീസിനും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ്. ഇറ്റ് ഇൻവോൾവ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ടു അച്ചീവ് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ബൈ ഇന്റഗ്രേറ്റിംഗ് ദ ക്വാളിറ്റി പ്രിൻസിപ്പിൾ ഇൻ ടു ഓൾ ഏരിയ ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് ഇൻക്ലൂഡ് ദ പ്ലാനിംഗ്, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് and quality control, etc. Okay, and it is a philosophy that require involvement in every organization from the top management to the frontline employee. So in order to acquire quality in a final product, it is very very necessary to have an system which starting from the top management, CEO മുതൽ താഴെയുള്ള ഈവൻ ഹെൽപ്പേഴ്സ് വരെയുള്ള ആൾക്കാരിൽ വേണ്ട ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെല്ലാം കൂടി പറയുന്ന ഒരു ബ്രോഡ് ടേം ആണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, now under this quality management system, there are some systematic activities and planned action which is necessary to ensure that the product or service meet a specified requirement for the quality. So that is a definition of quality assurance. According to ISO 9000, QA can be defined as a part of quality management system focused on providing confidence
that the quality requirement will be fulfilled. നമുക്ക് വേണ്ട ക്വാളിറ്റി അഷുറൻസിന്റെ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചല്ല പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഇറ്റ് മേ ബി ഐദർ ഫോർ എ പ്രൊഡക്റ്റ് ഓർ ഫോർ എൻ സർവീസ്. ഒരു സർവീസ് കൊടുക്കുന്ന കാര്യത്തിലും ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്, ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും ക്വാളിറ്റി അഷുറൻസ് ഉണ്ട്. അതുകൊണ്ട് ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേമും കൂടിയാണ് അണ്ടർ ദ ക്വാളിറ്റി. ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ പ്രോസസ്സസ്. ആ ഒരു സർവീസ് കൊടുക്കാനുള്ള പ്രോസസ് ആവാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള പ്രോസസ് ആവാം. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻഡ് ആക്ഷൻസിനെ പറയുന്ന പേരാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ടു എൻഷുർ ദാറ്റ് the product or services meet a specified requirement for the quality. And again, it encompasses different activities like planning, auditing, standard setting, implementing corrective actions, and all aimed to achieve quality consistently. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പോരാ, രണ്ടാമതും ആ പ്രോസസ്സ് റൺ ചെയ്യുന്ന സമയത്ത് ഇതേ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഒന്ന് ഒരു ബ്രോഡ് അപ്രോച്ച് ആണ്, ഇൻക്ലൂഡിംഗ് മാനേജ്മെന്റ് ലെവൽ. ഒന്ന് സ്പെസിഫിക് ആണ്, ഒരു ഡിഫക്റ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ എൻഷുർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ദേ ആർ പ്രോസസ് സ്പെസിഫിക്, ഫോക്കസിങ് ഓൺ കംപ്ലൈൻസ്. നമ്മൾ ഒരു ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രോസസ്സ് വേണമെന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ പ്രകാരമാണ് നമ്മളെല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട് എന്ന് കമ്പൈൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കംപ്ലൈൻസ് ആവുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം, ഇറ്റ് ഈസ് എ വൈഡ് റേഞ്ച്. അപ്പൊ അതിലുള്ള വർക്കേഴ്സ് വരുന്നുണ്ട്, ഓൾ ദ ഫങ്ഷൻസ്, നോട്ട് ഓൺലി ദ പ്രോസസ്. ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന സബ് ആയിട്ട് വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ ക്വാളിറ്റി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാളിറ്റി അഷുറൻസ് ഈസ് ഇന്റൻഡഡ് ഫോർ പ്രിവെൻഷൻ. ഒരു ഡിഫക്റ്റ് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി അഷുറൻസിന്റെ എയിം എന്നുണ്ടെങ്കിൽ, ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എയിം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യിക്കുക, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്കിനനുസരിച്ച് ഇനി എന്തൊക്കെ രീതിയിൽ നമ്മൾ എൻഹാൻസ്മെന്റ് നടക്കണം എന്നുള്ളതൊക്കെ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരും. നൗ റെസ്പോൺസിബിലിറ്റി പ്രൈമറി ഓപ്പറേഷണൽ ആൻഡ് ടെക്നിക്കൽ സ്റ്റാഫിനാണ് ക്വാളിറ്റി അഷുറൻസിന്റെ റെസ്പോൺസിബിലിറ്റി വരിക. ബട്ട് ഇൻ കേസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, entire the organization, each and every individual have responsibility for the quality management system and adhere to set of standards and regulation for quality assurance. And in case of quality management system, this set of standards are set by this quality management system. ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സുകൾ വേണം അത് സെറ്റ് ചെയ്യുന്നത് ബിസിനസ് സ്ട്രാറ്റജി അനുസരിച്ച് ഓർഗനൈസേഷനിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റമാണ്. ആ സിസ്റ്റം അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാന്നുള്ളതാണ് ക്വാളിറ്റി അഷുറൻസിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് ക്വാളിറ്റി കൺട്രോൾ. So it's a part of quality management system focused on fulfilling quality requirement. So നമ്മളൊരു ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ കീഴിൽ ഒരു ക്വാളിറ്റി അഷുറൻസിൽ പ്രകാരമുള്ള കുറെ അധികം പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് വി ഗോട്ട് ആൻ പ്രൊഡക്റ്റ് ഓർ സർവീസ്. സോ ആഫ്റ്റർ ഗെറ്റിംഗ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഇൻ ദ ഫൈനൽ സ്റ്റേജ് we are going to check whether the product is meeting specified standard. These are kinds of or we can define quality according to WHO, the sum of all the procedure undertaken to ensure the identity and purity of a particular pharmaceuticals, which involve rigorous testing, inspections, compliance with the regulatory standard to detect and prevent the defect or deviation in the manufacturing process. So ഇതില് ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസിനെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ ക്വാളിറ്റി അഷുറൻസ് പ്രകാരം അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം പ്രകാരം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു എൻ പ്രൊഡക്റ്റ് ഇവാലുവേഷൻ ആണ് ക്വാളിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, QA എന്ന് പറയുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്രിവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഫക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സുകളാണ് QA എന്ന് പറയുന്നത്. QC എന്ന് പറയുന്നത് ഡിഫക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സുകളാണ്. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് QA ആൻഡ് QC. ആൻഡ് ഫോക്കസ് ഓൺ ബിൽഡിംഗ് ദ ക്വാളിറ്റി ഇൻ ടു പ്രൊഡക്റ്റ് ഫ്രം ഡിസൈനിങ് സ്റ്റേജ് ഇറ്റ് സെൽഫ്. QA സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു എന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തൊട്ട് QA സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. QC ടെസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ആഫ്റ്റർ ഇറ്റ്സ് മാനുഫാക്ചറിങ്. ഫൈനൽ ആയിട്ട് നമ്മൾ
അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്ന് മാത്രമാണ് ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നത്. Now workflow, establish the quality management system and continuous monitoring of the process is required. And in case of quality control, we have to find the source of problem in quality. ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫൈനൽ പ്രൊഡക്റ്റിൽ ഒരു ക്വാളിറ്റി ഡിഫക്റ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് കൂടി QCയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ആൻഡ് ദ ടൂൾ QA ഹാസ് ടു ബി ആൻ മാനേജറിയൽ റോൾ. അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. അത് ഓരോ സ്റ്റെപ്പിലും നോക്കിക്കൊണ്ടിരിക്കേണ്ട സാധനമാണ്. QC എന്ന് പറയുന്ന സമയത്ത് കറക്റ്റീവ് ആണ്. ഡിഫക്റ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ളൂ, ഇല്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യാനില്ല. കാരണം as per the QA principle and procedure, if you are following some protocol, there is less chance for error. Error ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്, ഡിഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ hope it is clear with the terms quality, quality assurance, quality management system and quality control. Now, next term which will come in the quality assurance is GMP. സോ ഈ ഒരു ടേം നമ്മളിപ്പോ പറഞ്ഞ ടേംസുകളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന എ സെറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയർ ഈസ് നോൺ ആസ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് ഓർ കറന്റ് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. It can be defined as a system for ensuring the product are consistently produced and controlled according to the quality standard. റെഗുലേറ്ററി റിക്വയർമെന്റ് പ്രകാരം പറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻസിന്റെ അതേ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് ക്വാളിറ്റി അഷുറൻസ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ CGMP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേമും നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനമാണ്. Now coming to the next term which we have already studied in unit 1, that is ICH, International Council for Harmonization. It's an initiative that will bring regulatory authority and pharmaceutical industry. So what is regulatory authority? ഓരോ കൺട്രിയിലും ആ കൺട്രിയിലുള്ള ഡ്രഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ അപ്രൂവൽ കൊടുക്കാനും അതിന്റെ ഇൻസ്പെക്ഷൻ നടത്താനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് റെഗുലേറ്ററി അതോറിറ്റിയാണ്. എല്ലാവരും FDA എന്ന് പേര് കേട്ടിട്ടുണ്ടാവും, ഫുഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ദാറ്റ് ഈസ് ദ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് USA. Like that we have CDSCO, Central Drug Standard Control Organization for India. So that are the regulatory authorities, and they and the pharmaceutical industry have some harmonization. അവര് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിട്ട് many pharmaceutical industry have market in different countries. Okay, അപ്പോ ഈ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി വേറൊരു രാജ്യത്ത് പോയിട്ട് അവരുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പോസ്റ്റ് മാർക്കറ്റിംഗിന്റെ സമയത്ത്, രജിസ്ട്രേഷന്റെ സമയത്ത് ഈ കാര്യങ്ങളിൽ ആ നടക്കുന്ന പ്രൊസീജിയറിലൊക്കെ ഒരു ഹാർമോണൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ആണ് ICH എന്ന് പറയുന്നത്. ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ വിൽ എൻഷുർ ദ മെഡിസിൻസ് ആർ സേഫ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് ഓഫ് ഹൈ ക്വാളിറ്റി, thereby reducing the duplication of testing during drug development. ഓക്കെ, ഒരു ഡ്രഗ് ഡെവലപ്മെന്റ് പ്രോസസ്സിന് കുറേയധികം സ്റ്റേജസുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളെ ഇനീഷ്യൽ കാര്യത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇനി 7th സെമസ്റ്ററിൽ ഇൻഡസ്ട്രിയൽ ഫാർമസിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് പഠിക്കും. അപ്പോ സെയിം പ്രൊസീജിയർ ഓരോ കൺട്രിയിലും പോയിട്ട് വീണ്ടും വീണ്ടും ചെയ്യേണ്ട അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഹാർമോണൈസേഷനെയാണ് നമ്മൾ ICH എന്ന് പറയുന്നത്. ഓക്കെ, ICH have its own website, so you can check it in Google. ICH ഗൈഡ്ലൈൻസും ICHന്റെ ഒഫീഷ്യൽസ് ആരൊക്കെയാണ്, അതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്, അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, in that there are 4 series of major categories for the guidelines: QSEM. This is very, very important. Quality, safety, efficacy and multidisciplinary. So quality guidelines will give details about the different procedures for GMPs, quality risk management and stability testing. And safety series of guidelines will give about the procedure for non-clinical studies, toxicological, carcinogenicity and reproductive toxicity studies. And efficacy series of guidelines will give different procedure for clinical trial design, its conduct and safety, etc. And in case of M series, they will give multidisciplinary guidelines regarding the
electronic standards, pharmacovigilance, and common technical documents, etc. So in this Q series of guidelines, there are 14 guidelines according to the updated guidelines. 12 ആയിരിക്കും ചിലപ്പോൾ പല ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവുക. ICHന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം നമുക്ക് അതിൽ 14 ഗൈഡ് ലൈൻസുകളാണുള്ളത്. Out of which the 8 Q8, Q9, Q10, which will address the pharmaceutical development. Here come the importance of QBD. According to the ICH guideline, Q8, QBD is very, very important. Okay. So, ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. So, along with the quality management, quality risk management and pharmaceutical quality system, Q8 is mandatory for an production or manufacturing of pharmaceutical industry according to the quality by design. Okay, now coming to the topic, what is quality by design? So, this concept of quality by design was developed by an quality pioneer, Dr. Joseph N. Juran. According to him, in order to avoid the frequency of quality crisis, we must incorporate the procedure into the product design. വെറുതെ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്താൽ മാത്രം പോരാ. ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ക്വാളിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഈ ഒരു കൺസെപ്റ്റ് നിന്നാണ് ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്ന സംഗതി വരുന്നത്. സോ ഇൻ ഓർഡർ ടു ഡിസൈൻ എ പ്രൊഡക്റ്റ് ബൈ ക്വാളിറ്റി ഓർ ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് ആൻഡ് design quality design, we must aware about the procedures as well as product and risk involved in this kind of procedure. ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ക്വാളിറ്റി ആയിട്ട് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രൊഡക്ഷൻ പ്രോസസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ ഉണ്ടാവുന്ന ക്വാളിറ്റി റിസ്കുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി മീറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, so according to this system or concept of quality by design, rather than the traditional method of checking for the end product, finally നമുക്ക് കിട്ടിയത് ഒരു പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് we are going to understand and control the manufacturing process to ensure and predefine product quality. അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം തന്നെ തീരുമാനിക്കുന്നത് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്. ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ യൂസ് ചെയ്യണം, അതിവിടെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൽ എന്തൊക്കെ രീതിയിലുള്ള ചേഞ്ചസുകൾ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. റാദർ ദാൻ ചെക്കിംഗ് ഫോർ ആൻ എൻ പ്രൊഡക്റ്റ് ടെസ്റ്റിംഗ്. ഒരു ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനേക്കാളും കൂടുതൽ കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റിന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. ഓക്കെ, so as per the ICH Q8 guidelines, we can define quality by design as a systematic approach to pharmaceutical development and manufacturing that begin with the predefined objective, emphasis, designing process and product with deep understanding and process control based on sound science and quality risk management. ഇത്രയും പറഞ്ഞ സാധനം ഒരു വേർഡിലാക്കി അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. വി ഹാവ് ആൻ പ്രീ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്. നമുക്ക് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുന്നേ പ്രൊഡക്റ്റിന് ഇന്ന പ്രോപ്പർട്ടി ഉണ്ടാവണം എന്ന് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലും പ്രോസസ്സിലും ഉള്ള പ്രോസസ് കൺട്രോളുകൾ എന്തൊക്കെയാണ്, പ്രൊഡക്റ്റ് കൺട്രോളുകൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്, ഹൗ ദീസ് ഫാക്ടേഴ്സ് വിൽ അഫക്ട് ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇതിനൊക്കെ കണ്ടെത്തിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെയാണ് നമ്മൾ ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ആസ് പെർ ദ ICH ഗൈഡ് ലൈൻ Q8 അലോങ് വിത്ത് ദ 9-10. Q8 മാത്രമല്ല വരുന്നത്, ക്വാളിറ്റി ഡെവലപ്മെന്റ് അതുപോലെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ Q9ലും ക്വാളിറ്റി സിസ്റ്റം 10ലൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ Q8 ആണ് ഇതിനെ മെയിൻ ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന സാധനം എന്ന് മനസ്സിലാക്കുക. അക്കോർഡിംഗ് ടു ദാറ്റ് ഇറ്റ്സ് ആൻ സിസ്റ്റമാറ്റിക് അപ്രോച്ച് to the pharmaceutical development and manufacturing that begin with the predefined objective, emphasize the design process and product with a deep understanding and control and process control based on the sound science and quality risk management. Okay, again, it will shift the focus from end product testing to the building quality into the product from outset by the understanding and relationship between critical quality attribute, critical material attribute, and critical process parameter. We will discuss this term in detail later in this topic. So, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. We have to find out some of the parameters which are involved in the process, like critical quality attribute, critical material attribute, and critical process parameter. Okay, so ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ we can ensure that the final product will consistently meet the predefined quality standard. നമ്മളൊരു സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് എൻഷുർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അലോങ് വിത്ത് ദ Q8, Q9 and Q10, this is an integral part of ICH. QBD is an integral part of ICH according to the Q8, Q9 and Q10. Q8 സീരീസ് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഡെവലപ്മെന്റിന്റെ ഗൈഡ് ലൈൻസുകളാണ്. Q9 ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റിന്റെ ഗൈഡ് ലൈൻസുകളാണ്. Q10 ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റത്തിന്റെ ഗൈഡ് ലൈൻസുകളാണ്. ഓക്കെ, so these guidelines will encourage the pharmaceutical industry to adopt a more scientific and risk-based approaches to product and process development. So it will encompass the entire product life cycle, starting from the initial designing phase through the development, manufacturing, and post-market surveillance. ഇപ്പൊ QBD എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഗതിയല്ല, ഒരു അപ്രോച്ച് അല്ല. ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നത് മുതൽ അതിന് എന്തൊക്കെ മെറ്റീരിയൽസ് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് മുതൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് എത്തിയിട്ട് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി വരെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ് ഈ ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇന്റഗ്രേറ്റ് ദ റിസ്ക് മാനേജ്മെന്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ഫോക്കസിംഗ് the understanding this product. So this is all about an overview about the QBD. Now these are the some of the guidelines which is required for the QBD ICH document Q8, Q9, Q10, Q11 and Q12. ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഡിസൈൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം we have to analyze the critical quality characteristic of the final product. Then we have to translate this critical quality characteristic to critical quality attributes. Then we have to find out the relationship between the manufacturing process variables and critical quality attributes. So by find outing the relationship between these two, we can successfully control the different variables to consistently deliver an quality drug product. ഈ പറഞ്ഞ സാധനം കുറച്ചും കൂടി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രിൻസിപ്പിളും ഇതിലുള്ള എലമെന്റ്സും കൂടി പറയുന്ന സമയത്ത് ഈ ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറയുന്ന സമയത്ത് ക്ലാരിറ്റിയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള രൂപമാണ്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അതിനു മുന്നേ എന്താണ് ഈ QBDയുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ബൈ QBD we can achieve the meaningful quality specification of the product on the basis of clinical performances. We can enhance the process capability and we can reduce the product defect and variability. We can promote root cause analysis and manage any changes of the drug product even after it is approved. And we can also to improve the efficacy of the process involved in the product development and management. So overall ഒരു പ്രൊഡക്റ്റിന്റെ എല്ലാ രീതിയിലുള്ള ക്വാളിറ്റി കൂട്ടാൻ പറ്റുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിന്റെ സമയത്ത് ഉണ്ടാകുന്ന കോസ്റ്റ് അത് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. ഡിഫക്റ്റ് കുറച്ചിട്ട് ആ പ്രോസസ്സിന്റെ കാപ്പബിലിറ്റിനെ കൂട്ടിയിട്ട് നമുക്ക് അതിന്റെ കോസ്റ്റ് എൻഹാൻസ് ചെയ്യിക്കാൻ പറ്റും. കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അനലൈസ് ചെയ്തതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് പ്രോസസ്സിന്റെ എഫിക്കസി കൂട്ടാൻ പറ്റുന്നുണ്ട്. സപ്പോസ് നമുക്ക് ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഡ്യൂറിങ് ദ ക്വാളിറ്റി കൺട്രോൾ സ്റ്റഡി
We will find out some of the defects. We cannot rectify it because we are going to test the final product. ഫൈനൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്റ്റ് കിട്ടിയതിനു ശേഷം ഡിഫക്റ്റ് ഉണ്ടെന്നേ മനസ്സിലാവുള്ളൂ, അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്വാളിറ്റി ബൈ ഡിസൈൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഇൻക്രീസ് ദ എഫിക്കസി ആസ് വെൽ ആസ് പ്രോസസ് efficiency of the process. Okay, now this is the principle. There are 5 steps for QBD. First, we have to define the target product profile. TPP എന്ന് പറയുന്ന സാധനത്തിന് ഡിഫൈൻ ചെയ്യണം. It is nothing but the ultimate product. For example, you can consider one tablets. Okay, paracetamol. So, നമ്മളൊരു പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് നമ്മളെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ ആ പാരസെറ്റമോൾ ടാബ്ലറ്റിന് വേണ്ട ക്വാളിറ്റി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. അപ്പൊ നമ്മൾ പറയാണ് ഇത്ര ഗ്രാം ഉണ്ടായിരിക്കണം. ഓക്കെ, അത് സേഫ് ആയിരിക്കണം, ടോക്സിസിറ്റി ഒന്നും ഉണ്ടാക്കാൻ പാടില്ലാത്ത സാധനമായിരിക്കണം, അത് പ്രോപ്പർ ആയിട്ട് ഡ്രഗ് റിലീസ് ഉണ്ടായിരിക്കണം, ടെമ്പറേച്ചർ കൂടി ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറക്കാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കണം, പെട്ടെന്ന് കൊടുത്താൽ എഫക്റ്റ് ഉണ്ടാവുന്ന സാധനമായിരിക്കണം. സോ ദീസ് ആർ ദ സം ഓഫ് ദ ക്വാളിറ്റി പ്രൊഫൈൽ, TPP, ടാർജറ്റ് ക്വാളിറ്റി ടാർജറ്റ് പ്രൊഡക്റ്റ് പ്രൊഫൈൽ എന്ന് പറയും. അൾട്ടിമേറ്റ്ലി ഒരു പ്രൊഡക്റ്റ് അതിന്റെ സേഫ്റ്റി എന്താണ്, എഫിക്കസി എന്താണ്, ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന സമയത്ത് അവിടെ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ബേസ്ഡ് ഓൺ ദിസ്, ഇപ്പൊ നമ്മൾ ഒരു സാധനം പറയാണ്, ടാബ്ലറ്റ് പാരസെറ്റമോൾ ടാബ്ലറ്റ് പനിയുള്ള ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ ആ ഡ്രഗിന്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ക്വാളിറ്റി ടാർജറ്റ് പ്രൊഡക്റ്റ് പ്രൊഫൈലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ടാബ്ലറ്റിന് എന്തൊക്കെ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് മച്ച് എഫക്ട് we have to identify what are the critical quality attribute of the product. ഇപ്പൊ പാരസെറ്റമോൾ ടാബ്ലറ്റിന് വേണ്ട ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, മൈക്രോബയോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ ടാബ്ലറ്റിന് ഇത്ര ഹാർഡ്നെസ് വേണം, ടാബ്ലറ്റ് ഇത്ര സമയം കൊണ്ട് ഡിസന്റഗ്രേറ്റ് ചെയ്യണം, ടാബ്ലറ്റ് ഇത്ര സമയം കൊണ്ട് ബ്ലഡിലോട്ട് ഡിസൊല്യൂട്ട് ചെയ്യണം, എങ്കിൽ മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ബോഡിയിൽ ഈ ഡ്രഗിന്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ നേരത്തെ പറഞ്ഞ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രഗിന് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറയും. ഇപ്പൊ ഈ അരമണിക്കൂർ കൊണ്ട് ഡ്രഗിന്റെ എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയായിരിക്കും? ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ഇറ്റ് ഷുഡ് ബി ഡിസെന്റഗ്രേറ്റഡ് വെരി ഫാസ്റ്റ്ലി. കഴിക്കുന്ന ഉടനെ തന്നെ അത് ഡിസെന്റഗ്രേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഡിസോൾവ്ഡ് ആൻഡ് അബ്സോർബ്ഡ് ഇൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ വെരി ഫാസ്റ്റ്ലി. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ഡ്രഗിന്റെ ക്വാളിറ്റിയാണ് ക്രിട്ടിക്കൽ attributes എന്ന് പറയും, critical quality attributes എന്ന് പറയും. Now, in order to get this critical quality attribute, we have to choose some kinds of materials for the manufacturing, like പാരസെറ്റമോൾ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കണം. അതിലോട്ട് എക്സിപ്പിയൻസുകളായിട്ട് ഡയലുവന്റ് എടുക്കേണ്ടി വരും, ഡിസെന്റഗ്രേറ്റിംഗ് ഏജന്റ് എടുക്കേണ്ടി വരും, ബൈൻഡിങ് ഏജന്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് there are some critical material attributes. നമ്മൾ എടുക്കേണ്ട മെറ്റീരിയൽസിന് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം എന്നുണ്ടാവും. Now, while taking the material, we can prepare the tablet by different methods, different process. We can prepare the tablet by direct granulation, or direct compression method, dry granulation method, wet granulation method. So there are some critical process parameters. Clear ആവുന്നുണ്ടാവും വിചാരിക്കണം. ഈ ക്വാളിറ്റി ആട്രിബ്യൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, ദ ലിങ്കിങ് പാരാമീറ്റർ ആൻഡ് ക്വാളിറ്റി ആട്രിബ്യൂട്ട് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡ്. അവിടെയാണ് നമുക്ക് കുറെ അധികം സാധനങ്ങൾ വരുന്നത്, ലൈക്ക് ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്, ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റർ. അപ്പൊ ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇന്ന സാധനം എടുക്കുന്ന സമയത്ത് ഡിസെന്റഗ്രേഷൻ ടൈം കൂടും, ഇന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ ഡിസെന്റഗ്രേഷൻ ടൈം കുറയും. ഡിസെന്റഗ്രന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് കൂടും. അവിടെ ബൈൻഡറിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഡിസെന്റഗ്രേഷൻ സ്ലോ ആവും. സോ there are some parameters which will affect the product, final product. Now coming to the next, developing a control strategy. So based on the previous knowledge which we had through the experience or through the publications, മുന്നുള്ള ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ വഴിയോ എക്സ്പീരിയൻസ് വഴിയോ നമുക്ക് കുറെ അധികം ഡാറ്റാസുകൾ ഉണ്ട്. കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇന്നതായിരിക്കും സംഭവിക്കുക, കോൺസെൻട്രേഷൻ കുറഞ്ഞാൽ ഇന്നതായിരിക്കും സംഭവിക്കുക. വി ഹാവ് സോ മെനി ഡാറ്റ.
ഇതെല്ലാം ഡാറ്റ നമ്മൾ മാനേജ് ചെയ്തിട്ട് നമ്മൾ പറയാണ് വി ഹാവ് ആൻഡ് കൺട്രോൾ സ്ട്രാറ്റജി. മോയ്സ്ചർ കണ്ടന്റ് ഇത്ര ആയിരിക്കണം പ്രോസസ്സിൽ, ഇത്ര സമയം മാത്രമേ അത് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ ഇത്ര സമയം മാത്രമേ അത് ഡ്രൈ ചെയ്യാൻ പാടുള്ളൂ, ഇതിലോട്ട് ഇത്ര പെർസെന്റേജ് ഡിസിൻറ്റഗ്രന്റ് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര പെർസെന്റേജ് ഫൈൻ മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളൊരു സെറ്റ് ചെയ്യാണ്, നമുക്ക് വേണ്ട ഒരു പ്രൊസീജിയർ നമുക്ക് സെറ്റ് ചെയ്യാണ്, ഓരോന്നിനും ഓരോ ലിമിറ്റ് വെച്ച് നമ്മൾ ഒരു കൺട്രോൾ സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കുക. ആൻഡ് ഫൈനലി കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ്. So based on the result we are getting, we have to change, we have to modify the final procedure in a way that it will continuously improve the quality of the product. Okay, so this is the somehow overall principle of the QBD. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സംഗതി മനസ്സിലാവുന്നുണ്ടാവും വിചാരിക്കണോ, ഇതിന്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണോ. ആദ്യം നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റിന്റെ പ്രൊഫൈൽ മനസ്സിലാക്കണം, അതിനനുസരിച്ച് CQE ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് മനസ്സിലാക്കണം. ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട് ഉണ്ടാവും, ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റേഴ്സുകളും ഉണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് ആ ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് കിട്ടും, അതിനനുസരിച്ചുള്ള ക്വാളിറ്റി പ്രൊഫൈൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കൺട്രോൾ സ്ട്രാറ്റജി വഴി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ക്വാളിറ്റിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് QBD? ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ക്വാളിറ്റി ടാർഗറ്റ് പ്രൊഡക്റ്റ് പ്രൊഫൈൽ. സെക്കൻഡ് വൺ ക്വാളിറ്റി ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്. തേർഡ് വൺ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഐഡന്റിഫൈ ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്. Then product process design and identify critical process parameter CPP. Along with this, we have to include the relationship between CPP, CMA with CQA. നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത്, ഒരു മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ആ മെറ്റീരിയലിന്റെ കൂടെ ഒരു പ്രോസസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെയുള്ള ഫാക്ടേഴ്സുകൾ, മെറ്റീരിയൽ ഇന്നത് എടുക്കുമ്പോൾ പ്രോസസ്സ് ഇന്നത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലായിരിക്കണം. ഓക്കെ, അപ്പോ നമ്മൾ ബൈൻഡേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ ഏത് മെത്തേഡിലാണ് നമ്മൾ ബൈൻഡേഴ്സ് യൂസ് ചെയ്യുക? ഗ്രാനുലേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യുക, ഡ്രൈ ഗ്രാനുലേഷൻ മെത്തേഡിലാണോ വെറ്റ് ഗ്രാനുലേഷൻ മെത്തേഡിലാണോ നമ്മൾ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യുക? വെറ്റ് ഗ്രാനുലേഷൻ മെത്തേഡിലാണ്. അപ്പൊ ഇതിനനുസരിച്ച് ഇതാണ് പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എത്ര സമയം ഗ്രാനുലേറ്റ് ചെയ്യണം, എത്ര പെർസെന്റേജ് ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യണം, ഏത് ബ്ലെൻഡർ യൂസ് ചെയ്യണം, എത്ര സ്പീഡിൽ ബ്ലെൻഡ് ചെയ്യണം, എത്ര ടൈം ബ്ലെൻഡ് ചെയ്യണം, ദർ ആർ സോ മെനി പാരാമീറ്റേഴ്സ്. ഇതിലെല്ലാ സാധനവും ചിലപ്പോ അവിടെ ഒരു ക്രിട്ടിക്കൽ ആയിക്കൊള്ളുന്നില്ല. ഏതെങ്കിലും ഒരു സാധനം കൂടുതലാവുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റിൽ ചില ചേഞ്ചസുകൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് മാത്രമാണ് നമ്മൾ ക്രിട്ടിക്കൽ പാരാമീറ്റേഴ്സ് എന്ന് പേരിട്ട് വിളിക്കുകയുള്ളൂ. ഓക്കെ, നൗ റിസ്ക് അസസ്മെന്റ്, then design of experiment, process analytical technology, control strategy and continuous process verification. These are some of the elements of QBD. ഇനി വളരെ ഷോർട്ട് ആയിട്ട് എന്താണ് ഈ സാധനം എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ടൂൾസുകളിലോട്ട് കടക്കും. അപ്പൊ എന്താണ് ക്വാളിറ്റി ടാർഗറ്റ് പ്രൊഡക്റ്റ് പ്രൊഫൈൽ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് അത് എന്ത് ഉദ്ദേശത്തിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ക്വാളിറ്റി ടാർഗറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മളൊരു പാരസെറ്റമോൾ ടാബ്ലറ്റ് കൊടുക്കുകയാണ്. വാട്ട് ഈസ് ദ ഇന്റൻഡഡ് യൂസ് ഓഫ് പാരസെറ്റമോൾ ടാബ്ലറ്റ്സ്? അതാണ് ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ? ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓറൽ റൂട്ടിലാണ്. ദാറ്റ് ഈസ് ദ ഇന്റൻഡഡ് റൂട്ട് ഓഫ് യൂസ് ആൻഡ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ഈസ് ദ ഡിസൈർഡ് ഡോസേജ് ഫോർ? ഇവിടെ നമ്മൾ പറഞ്ഞു പാരസെറ്റമോൾ ആണ് ഓൾറെഡി പറഞ്ഞു. നൗ വാട്ട് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഡോസ് ടു ബി ടേക്കൺ? ഒരു ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. ആ ടാബ്ലറ്റ് 500 mg ടാബ്ലറ്റ് ആണോ കൊടുക്കേണ്ടത്, അതോ 650 mg ടാബ്ലറ്റ് ആണോ കൊടുക്കേണ്ടത്? നൗ വാട്ട് ഈസ് ദ റിലീസ് ഓഫ് ദിസ് തെറാപ്യൂട്ടിക് കമ്പോണന്റ്? നമ്മൾ ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്ര സമയം കൊണ്ടാണ് ബോഡിയിൽ അത് ഡിസെന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ എഫക്ട് കാണിക്കേണ്ടത്? ദെൻ വാട്ട് ഈസ് ദ ക്വാളിറ്റി ക്രൈറ്റീരിയ? അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെ ഉണ്ടായിരിക്കണം, അത് സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവേണ്ടത്, അതിൽ എത്ര പെർസെന്റേജ് പാരസെറ്റമോൾ ഉണ്ടാവണം. 500 mg ടാബ്ലറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് ചിലപ്പോൾ 650 mg ആയിരിക്കും, പക്ഷെ ഡ്രഗിന്റെ എമൗണ്ട് 500 mg ആവണം. അത് കറക്റ്റ് ആയിട്ട് 500 mg തന്നെ ആ ഡ്രഗിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടോ? ദെൻ വാട്ട് ഈസ് ദ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് വാട്ട് ഈസ് ദ ഡ്രഗ് റിലീസ് എക്സെട്ര. സോ ദീസ് ആർ ദ ക്വാളിറ്റി ടാർഗറ്റ് പ്രൊഡക്റ്റ് പ്രൊഫൈൽ. അപ്പൊ നമുക്ക് ഫൈനലി ഒരു കസ്റ്റമർ അടുത്ത് കിട്ടുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് എന്ത് ഉദ്ദേശത്തിലാണ് ഇത് കൊടുക്കുന്നത്, ഏത് റൂട്ടിലാണ് കൊടുക്കുന്നത്, ഇതാണ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്ന സമയത്താണ് പാരസെറ്റമോൾ ആണ് ഡ്രഗ് കൊടുക്കേണ്ടത്.
ടാബ്ലറ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്, 500 mg ആയിട്ടാണ് കൊടുക്കേണ്ടത്, 15 മിനിറ്റ് കൊണ്ട് എഫക്ട് കിട്ടേണ്ട സാധനങ്ങളാണ്. ഇതൊക്കെയാണ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഏതാണ് ഡ്രഗ്, ഏതാണ് ഡോസേജ് ഫോം, ഏത് റൂട്ടിലാണ് കൊടുക്കുന്നത്, എത്ര സമയം കൊണ്ട് എഫക്ട് കിട്ടണം, അതിന്റെ സ്റ്റെബിലിറ്റി പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണോ, അങ്ങനത്തെ എന്തൊക്കെയാണ് അതിന്റെ പാരാമീറ്റേഴ്സ് വേണ്ടത്. These are the quality target product profile എന്ന് പറയും. Now coming to the critical quality attributes. ഈ പറഞ്ഞ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് there are different properties like attributes like identity of the drug, assay value, content uniformity, drug release profile, degradation product, microbial level, moisture content, physical property. ഈ എല്ലാ ഫാക്ടറുകളും ഉണ്ട്, കുറെ അധികം ഫാക്ടേഴ്സുകളുണ്ട്. ഇതിലുള്ള ചില ഫാക്ടേഴ്സിൽ മാത്രമേ അതിലെന്തെങ്കിലും ചേഞ്ച് വരുന്ന സമയത്ത് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റിന് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ചേഞ്ച് വരുള്ളൂ. അങ്ങനെ ഏത് ഫാക്ടറുകൾ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഫൈനൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നത് എന്നുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. എല്ലാ ഫാക്ടേഴ്സും ചിലപ്പോൾ അതിൽ വലിയ പ്രശ്നമില്ലാത്ത സാധനങ്ങളായിരിക്കും. ഓക്കെ, അപ്പോ മോയ്സ്ചർ കണ്ടന്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, സൈസ് ഒന്നും ഒരു പക്ഷേ ചിലപ്പോ ഈ പറഞ്ഞ സാധനത്തിന് ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ഇല്ലാത്ത സാധനം, ക്വാളിറ്റിയിൽ ഡയറക്റ്റ് ആയിട്ട് എഫക്ട് ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. പക്ഷെ ഇതില് ഏത് ആട്രിബ്യൂട്ട് ആണ്, ഏത് പ്രോപ്പർട്ടി ആണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്, അത് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ക്വാളിറ്റി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് ഐഡന്റിഫൈ ദ ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഡ്രഗിന്റെ എഫക്ട് കിട്ടണം എന്നുള്ളത് ഡ്രഗ് പ്രൊഫൈലാണ്, പ്രൊഡക്റ്റ് പ്രൊഫൈലാണ്. അരമണിക്കൂർ കൊണ്ട് ഡ്രഗിന്റെ എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട CQA എന്താണ്, നമുക്ക് വേണ്ട ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്താണ്, ഡിസിന്റഗ്രേഷൻ ഫാസ്റ്റർ ആവണം. അതാണ് അതിന്റെ ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി ആട്രിബ്യൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എടുക്കേണ്ട മെറ്റീരിയൽ ഏതൊക്കെ വേണം, ആ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണ്, അവിടെ എടുക്കേണ്ട മെറ്റീരിയലിൽ ഡിസിന്റഗ്രന്റ് ഉണ്ടോ, ഇല്ലേ, ഡിസിന്റഗ്രന്റ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 15 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് ഡിസിന്റഗ്രേറ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഇമ്പോർട്ടന്റ് ആട്രിബ്യൂട്ട് ആണ്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് 15 മിനിറ്റിനുള്ളിൽ ഇത് ഡിസിന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്നെസ് എന്ന് പറയുന്ന സാധനം. ഹാർഡ്നെസ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും, ബൈൻഡർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊക്കെ നിങ്ങൾ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ പഠിച്ചിട്ടുള്ള സാധനങ്ങളാണ്, ഞാൻ അയർന്ന് എടുത്തിട്ട് പറയല്ല എന്ന് മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്. അവിടെയുള്ള ഗ്രാനുലേറ്റിംഗ് ഏജന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് കൂടും, ഹാർഡ്നെസ് കൂടിക്കഴിഞ്ഞാൽ ഡിസിന്റഗ്രേഷൻ കുറയും. അപ്പൊ അത് അടുത്തൊരു പാരാമീറ്റർ ആണ് ഹാർഡ്നെസ് എന്നുള്ളത്. മോയ്സ്ചർ കണ്ടന്റ് ഗ്രാനുലൽസിന്റെ മോയ്സ്ചർ കണ്ടന്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ അതിന്റെ ബൈൻഡിങ് പ്രോപ്പർട്ടി ചിലപ്പോൾ കൂടാനുള്ള ചാൻസുകൾ ഉണ്ട്. രണ്ട് എഫക്റ്റും ഉണ്ടാവും. അതിൽ എയർ എൻട്രാപ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിന്റഗ്രേറ്റ് ചെയ്യും. എയർ എൻട്രാപ്മെന്റ് ഇല്ലാതെ കൂടുതൽ ഹാർഡായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് കൂടും, അപ്പൊ ഡിസിന്റഗ്രേഷൻ കുറയും. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സുകൾ ഉണ്ട്. ലൈക്ക് പാർട്ടിക്കിൾ സൈസ്, പോളിമോർഫിസം, സോളുബിലിറ്റി, മെൽറ്റിംഗ് പോയിന്റ് പോലെയുള്ള സാധനങ്ങളുണ്ട്. എക്സിപ്പിയൻസിലോട്ട് വരുന്ന സമയത്ത് ബൈൻഡേഴ്സ്, ഡയലുവന്റ്, ഡിസിന്റഗ്രൻസ്, എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അതുപോലെ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ സബ്സ്റ്റൻസസ്, ദെൻ ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ്. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്. ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസുകളാണ്. ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് കിട്ടണ്ടേ, ആ ക്വാളിറ്റിയിൽ ആ പ്രൊഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിനുള്ള ആട്രിബ്യൂട്ട്സുകളാണ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. CMA എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട് ഉള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട മെറ്റീരിയൽസിനുള്ള ആട്രിബ്യൂട്ട്സുകൾ എന്തൊക്കെയാണ്. അപ്പൊ ആ മെറ്റീരിയൽസിൽ അതിന്റെ പാർട്ടിക്കിൾ സൈസ് എത്രയാണ്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ്, അതിലെ കോൺസെൻട്രേഷൻ എത്രയാണ്, ബൈൻഡേഴ്സിന്റെ കോൺസെൻട്രേഷൻ ഇത്രയാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് പ്രോസസ് ഡിസൈൻ. അപ്പൊ നമ്മളൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു, ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ആ മെറ്റീരിയൽ ഇനി ഏത് പ്രോസസ്സ് വഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓരോ പ്രോസസ്സും ഓരോ യൂണിറ്റ് പ്രോസസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ഏത് യൂണിറ്റ് പ്രോസസ്സാണ് ക്രിട്ടിക്കൽ ആവുന്നത്, ആ പ്രോസസ്സിൽ ചേഞ്ച് വരുമ്പോഴാണ് ക്വാളിറ്റിയിൽ മാറ്റം വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രാനുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിൽ മിക്സിങ്ങിന്റെ സ്പീഡ് കൂടുമ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാറുന്നുണ്ടോ, അതല്ല അതിന്റെ ടൈം കൂടുമ്പോൾ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മാറുന്നുണ്ടോ. ഇങ്ങനെ നമ്മൾ ഓരോ ആട്രിബ്യൂട്ട്സുകളും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് പാരാമീറ്റർ മാറുമ്പോഴാണ് ക്വാളിറ്റി മാറുന്നത്, ആ പാരാമീറ്ററിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഏതാണ് ക്രിട്ടിക്കൽ കോസ് ഓഫ് വാരിയേഷൻ, എന്ത് വരുന്ന സമയത്താണ് ആ പ്രോസസ്സിൽ മാറ്റങ്ങൾ വരുന്നത്, എന്താണ് അതിയുടെ ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റർ എന്താണ്,
ഏത് പ്രോസസ്സ് മാറുമ്പോഴാണ്, ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സ് മാറുമ്പോഴാണോ ഈ പറയുന്ന ക്വാളിറ്റിയിൽ മാറ്റം വരുന്നത്, മിക്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് മാറുമ്പോഴാണോ ക്വാളിറ്റിയിൽ മാറ്റം വരുന്നത്? വി ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റർ, ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് വിത്ത് ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്. ഇതിൽ ഏത് മെറ്റീരിയൽ എടുത്ത് ഏത് പ്രോസസ്സിൽ ചെയ്യുമ്പോഴാണ് ക്രിട്ടിക്കൽ ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ആട്രിബ്യൂട്ടിൽ മാറ്റം വരുന്നത്, ഇതിൽ ഏത് മെറ്റീരിയല് എത്ര കോൺസെൻട്രേഷനിൽ ഏത് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഹാർഡ്നെസ് കൂടുതലുള്ള ടാബ്ലറ്റ് കിട്ടുന്നത്, ഈ ഒരു റിലേഷൻ നമ്മൾ കണ്ടെത്തി കഴിയണം. അതിനനുസരിച്ച് നമ്മൾ അതിലുള്ള മാറ്റങ്ങൾ വരുത്തണം. സോ ദിസ് ഈസ് ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ക്രിട്ടിക്കൽ മെറ്റീരിയൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ളത്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്ന എക്സിപ്പിയൻസിനുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ യൂസ് ചെയ്യുന്ന ഈ പറയുന്ന സാധനത്തിനെ ടാബ്ലറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോട്ടറി പഞ്ചിങ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏത് പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഡയമീറ്റർ ഉള്ള പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഫോഴ്സ് ഉള്ള പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഫോഴ്സ് സാധനങ്ങളൊക്കെയാണ് CPP എന്ന് പറയുന്ന സാധനം, ക്രിട്ടിക്കൽ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിലൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിലുള്ള റിസൾട്ടാണ് അപ്പിയറൻസ് ഓഫ് ദ ടാബ്ലറ്റ്. സ്മൂത്ത് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണോ അതല്ല റഫ് ആയിട്ടുള്ള ടാബ്ലറ്റ് ആണോ നമുക്ക് കിട്ടുന്നത്, അതൊക്കെ അനുസരിച്ച് ക്വാളിറ്റിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇത് മാറിക്കഴിഞ്ഞാൽ പ്രൊഫൈലിൽ മാറ്റം വരും. CQAയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫൈനൽ നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് പനിക്ക് അരമണിക്കൂർ കൊണ്ട് എഫക്റ്റ് ഉള്ള ടാബ്ലറ്റ് കിട്ടണമെന്ന് വിചാരിച്ച് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് മാറ്റം വരും. അതിന്റെ അപ്പിയറൻസ് മാറ്റം വരാം, ഹാർഡ്നെസ്സിൽ മാറ്റം വരാം, ഫ്രയബിലിറ്റിയിൽ മാറ്റം വരാം, കണ്ടന്റ് യൂണിഫോമിറ്റിയിൽ മാറ്റം വരാം, തിക്നെസ്സിൽ മാറ്റം വരാം, ഡിസന്റഗ്രേഷൻ ടൈമിൽ മാറ്റം വരാം, മോയ്സ്ചർ കണ്ടന്റിൽ മാറ്റം വരാം. ഇതിനൊക്കെ അഫക്ട് ചെയ്യുന്ന കുറെ അധികം ഫാക്ടേഴ്സുകളാണ് ഷേപ്പ് ഓഫ് ദ ഗ്രാനുൾസ്, കൊഹിസീവ് പ്രോപ്പർട്ടി, ഹാർഡ്നെസ്, ഡെൻസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്, മോയ്സ്ചർ കണ്ടന്റ്, പോളിമോർഫിസം. അവിടെ യൂസ് ചെയ്യുന്ന പ്രോസസ്സിലുള്ള കുറെ അധികം ഫാക്ടേഴ്സുകൾ ഉണ്ട്. ഏത് രീതിയിലാണ് അവിടെ ഹോപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഫീഡ് മെക്കാനിസം എങ്ങനെയാണ്, ടൂൾസ് ഏതൊക്കെയാണ്, പഞ്ച് ലോഡ്, മാക്സിമം പഞ്ച് ലോഡ് എത്രയാണ്, മാക്സിമം പ്രസ്സിംഗ് സ്പീഡ് എത്രയാണ്, ഇതുപോലെയുള്ള കുറെ അധികം ഇജക്ഷൻ ഫോഴ്സ് എത്രയാണ്, ഇതിനൊക്കെ അനുസരിച്ച് നമുക്ക് വേണ്ട പ്രൊഡക്റ്റിലൊക്കെ മാറ്റങ്ങൾ വരാം. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തുക? നമുക്ക് എല്ലാ പ്രോസസ്സും എഴുതി ഉണ്ടാക്കണം. ആ പ്രോസസ്സിലൊക്കെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് റിസ്ക് അസസ്മെന്റ് നടത്തണം. അവിടെ എന്തൊക്കെ പൊട്ടൻഷ്യൽ പാരാമീറ്റേഴ്സ് വരുന്നുണ്ട് എന്ന് നോക്കണം. അതിനനുസരിച്ച് ഏത് റേഞ്ച് വരെ നമുക്ക് ഇത് അലോ ചെയ്യാൻ പറ്റും, ഏത് റേഞ്ച് മുതൽ ഏത് റേഞ്ച് വരെ അലോ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നത്. ഇങ്ങനെയുള്ള കുറെ പ്രോസസ്സ് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ഇനി അതിനെ കൺട്രോൾ സ്ട്രാറ്റജി, അടുത്ത ഇതിനെങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് 3 ലെവലിൽ കൺട്രോൾ ചെയ്യാം. ലെവൽ 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഓട്ടോമാറ്റിക് എഞ്ചിനീയറിംഗ് കൺട്രോൾ എന്ന് പറയും. അതായത് കിട്ടുന്ന പ്രൊഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ കിട്ടുന്ന വാല്യൂക്ക് അനുസരിച്ച് റിയൽ ടൈം മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. CQA കിട്ടുന്നതിനനുസരിച്ച് CPP ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ CMA ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന CQAയിലുള്ള ചേഞ്ചസുകൾ റിയൽ ടൈം ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഫൈനൽ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനു മുന്നേ തന്നെ ഇൻ ബിറ്റ്വീൻ ഇൻ പ്രോസസ് കൺട്രോളുകളും ക്വാളിറ്റി അഷുറൻസുകളും നടത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ യു ക്യാൻ റീഡ് ലെവൽ 1, 2, 3 എന്നുള്ള സാധനങ്ങൾ. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ആട്രിബ്യൂട്ട്സുകളെ കൺട്രോൾ ചെയ്യണം, സ്പെസിഫിക്കേഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം, യൂണിറ്റ് ഓപ്പറേഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, ടെസ്റ്റ് ഇൻ പ്രോസസ് ആൻഡ് ഇൻ റിയൽ ടൈം. ഫൈനൽ ഒരു പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഓരോ സ്റ്റേജിലും, അപ്പൊ നമ്മൾ ടാബ്ലറ്റിന്റെ മാനുഫാക്ചറിങ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ എക്സിപ്പിയന്റ് എടുക്കുമ്പോൾ എക്സിപ്പിയന്റിന്റെ സ്റ്റാൻഡേർഡ് നോക്കണം, അതിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യണം. എക്സിപ്പിയന്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് എക്സിപ്പിയന്റും ഡ്രഗും തമ്മിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ടെസ്റ്റ് ചെയ്യണം. അത് മിക്സ് ചെയ്തതിന് ശേഷം അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യണം, അവിടെയുള്ള ഗ്രാനുൾ സൈസ് ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതിനുശേഷം ഡ്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇൻ പ്രോസസ് ടെസ്റ്റിംഗ് ഇൻക്യൂപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞ ലിമിറ്റിന്റെ ഉള്ളിൽ തന്നെയാണ് ഈ പറഞ്ഞ വാല്യൂസ് എന്നുള്ളത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി പ്രോസസ് കാപ്പബിലിറ്റി ആൻഡ് കണ്ടിന്യൂഡ് ഇംപ്രൂവ്മെന്റ്. നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ടിനനുസരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നൗ there are different tools which is used in analytical methods അല്ലെങ്കിൽ QBD ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസുകൾ യൂസ് ചെയ്യാം. അതിൽ ആദ്യത്താണ് പ്രിയർ നോളജ്. ഇപ്പൊ പ്രിയർ നോളജ് വെച്ചിട്ടാണ് നമ്മൾ കുറെ അധികം സാധനങ്ങൾ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അവോയ്ഡ് ചെയ്യുന്നത്.
അതായത് പ്രിയർ നോളജ് നമുക്കുണ്ട്. ഡിസന്റഗ്രന്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഫാസ്റ്റർ ആയിട്ട് ഡിസന്റഗ്രേറ്റ്, വി ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് CMA നമ്മൾ അതിനനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് ഡിസന്റഗ്രന്റ് കൂട്ടണോ കുറക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ്, അനദർ ഇമ്പോർട്ടന്റ് തിങ്. ഇൻ ഓർഡർ ടു determine the concentration of each ingredient in an process. Depending on the process or the responses, we have to choose the variables. കുറേയധികം ഫാക്ടേഴ്സ് നമ്മൾ ഇവിടെ പറഞ്ഞു. ഈ ഫാക്ടേഴ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫാക്ടർ നമ്മൾ എടുക്കുന്ന സമയത്തും ഈ ഫാക്ടറിൽ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്ന് നോക്കണം. അപ്പൊ ഇതിനൊക്കെ ഒരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസൈൻ ഓഫ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. റിസർച്ച് ഒക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. നമ്മളൊരു ഫോർമുലേഷൻ ടാബിളൊക്കെ ചുമ്മാ നിങ്ങളൊക്കെ ഫോർമുലേറ്റീവ് ഫാർമസിയിൽ പാരസെറ്റമോളിന്റെ ടാബ്ലറ്റ് അതിന്റെ ഫോർമുല എഴുതുന്ന സമയത്ത് ഒരു ടാബ്ലറ്റിൽ പാരസെറ്റമോൾ 500 mg ഉണ്ട്, ലാക്ടോസ് ഇത്ര ഗ്രാം ഉണ്ട്, അതിൽ ഡൈലുവന്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന സാധനം ഇത്ര ഗ്രാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഒരു ഫോർമുല കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ഫോർമുല എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറെ അധികം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്തതിന് ശേഷം അതിൽ ഓരോ സാധനത്തിന്റെയും കോൺസെൻട്രേഷൻ മാറുന്ന സമയത്ത് ഡ്രഗ് റിലീസ് പ്രൊഫൈലിൽ എങ്ങനെ മാറ്റം വരുന്നു, ഹാർഡ്നെസ്സിൽ എങ്ങനെ മാറ്റം വരുന്നു, ഇതൊക്കെ അനലൈസ് ചെയ്ത് ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫോർമുല കണ്ടെത്തുന്നത് ഇതുപോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. ഏതൊക്കെ വാരിയബിൾസുകളാണ് ഇവിടെ എഫക്ട് ചെയ്യുന്നത്, വാരിയബിൾസ് മാറുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ റിസൾട്ട് വരുന്നത് എന്നുള്ളത്. ദെൻ ക്വാളിറ്റി റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ റിസ്ക് ആവുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്. പ്രോസസ് അനലിറ്റിക്കൽ ടെക്നോളജി, അതും ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകൾ ഉണ്ട്. ഒരു പ്രോസസ്സ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റെസ്പോൺസസിനനുസരിച്ച് നമുക്ക് വേണ്ട CQA ക്വാളിറ്റി ക്രിട്ടിക്കൽ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സിൽ എങ്ങനെ മാറ്റം വരുന്നു എന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. Then multivariate data analysis. If we have more than one factor which will affect the quality, ഓരോ ഫാക്ടറും എത്ര രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. Then statistical process control, then simulation modeling. So these are the different tools used in QBD. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചോളാം, ഓരോ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ വായിച്ചോളാം. Now what are the advantages? QBD ചെയ്തു കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? Better assurance of the product quality due to the improved process design, innovation and increased efficiency, improved regulatory compliance, real-time testing and faster release of the product into the market when compared with the other. So these are some of the advantages. ഇപ്പൊ നമുക്കൊരു എറർ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രൊഡക്റ്റ് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻ ബിറ്റ്വീൻ ഡിഫക്റ്റ് വരാതെ നോക്കാൻ പറ്റും, അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ബട്ട് ദർ ആർ സം ചാലഞ്ചസ്. ഒരു QBD നടക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, അതിലുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോരുത്തരും വിചാരിക്കണം. സോ ഇറ്റ് റിക്വയർ ആൻ കൾച്ചറൽ ചേഞ്ച്. ഇപ്പോ ഒരു ഇൻഡസ്ട്രിയിൽ കുറെ അധികം ജോലിക്കാരുണ്ടാവും. ചില ആൾക്കാർ സാലറിക്ക് മാത്രം വരുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ ആത്മാർത്ഥത കൂടിയ ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ വരുന്നിടത്ത് വെച്ച് കാണാൻ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഈ പരിപാടി നടക്കൂല. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ആ കൾച്ചറൽ ചേഞ്ച് റിക്വയർഡ് ആണ്. ദെൻ എക്സ്പെൻസീവ് ആൻഡ് റിക്വയർ മാനേജ്മെന്റ് സപ്പോർട്ട്. ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടിയല്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല QBD എന്ന് പറയുന്നത്. കൊളാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന സാധനങ്ങളാണ് QBD എന്ന് പറയുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ക്വാളിറ്റി ബൈ ഡിസൈൻ. ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിലുള്ള ഡിഫറെന്റ് എലമെന്റ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, അഡ്വാൻറ്റേജസ് ആൻഡ് ഫൈനലി ചാലഞ്ചസുകൾ മനസ്സിലാക്കി വെക്കുക. ഒരു 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വാളിറ്റി ബൈ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സം ഓഫ് ദ references which I have used for this quality by design. So that's all about the quality by design. Hope it is clear. Thank you.